ഒരുപാട് കാലം കാത്തിരുന്ന് കുറെ ബുദ്ധിമുട്ടി വ്യോമസേനയിൽ ജോലി നേടിയെടുത്ത ഒരു യുവാവ് ജോലിസ്ഥലത്തേക്ക് പോകുന്നതിന് തൊട്ട് തലേ ദിവസം അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നു. ഭൂമിയോടും സ്വത്തിനോടുമുള്ള അടങ്ങാത്ത കൊതി ഇല്ലാതാക്കിയത് ഒരു ചെറുപ്പക്കാരന്റെ ജീവനാണ്. ജൂലൈ 25-ന് നടന്ന മോഹിത് കൊലപാതക കേസിൽ ഇപ്പോൾ വൻ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. വ്യോമസേനയിൽ ചേരുന്നതിന് ഒരു ദിവസം മുൻപാണ് പുസ്ലി ഗ്രാമത്തിലെ താമസക്കാരനായ മഞ്ജിത് ഗാൽഫത്തിന്റെ മകൻ മോഹിത് കൊല്ലപ്പെടുന്നത്. വ്യോമസേനയിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഘോഷത്തിനായി ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകാനും വിതരണം ചെയ്യാനുമായി ഗ്രാമത്തിലെ കടയിൽ സോൻപപ്പടി വാങ്ങാൻ പോയതായിരുന്നു മോഹിത്. പിന്നീട് ഏറെ നേരം കഴിഞ്ഞിട്ടും മടങ്ങിയെത്തിയില്ല. മകൻ മടങ്ങി വരാതെ വന്നതോടെ പിതാവ് പോലീസിൽ പരാതിയും നൽകി. അന്വേഷണം ആരംഭിച്ച പോലീസ് തൊട്ടടുത്ത ദിവസം നടത്തിയ തെരച്ചിലിൽ മോഹിത്തിന്റെ ഷൂസും മൊബൈൽ ഫോണും അവിടെ അടുത്തുള്ള ഫാമിന് സമീപം സംശയാസ്പദമായ നിലയിൽ കണ്ടെടുത്തു. SDRF സംഘം ഫാമിലെ 3-4 കിണറുകളിൽ നടത്തിയ തെരച്ചിലിൽ ഒരു കിണറിൽ നിന്ന് മോഹിത്തിന്റെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. മോഹിത്തിന്റെ കഴുത്തിൽ ഒരു കമ്പി മുറുക്കി കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ശ്വാസം മുട്ടിയാണ് മരണമെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് പോലീസ് സൂപ്രണ്ട് ജെയിൻ നേരിട്ട് സംഭവസ്ഥലം സന്ദർശിക്കുകയും സമഗ്രമായ പരിശോധന നടത്തുകയും ചെയ്തു. അന്വേഷണത്തിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ശാസ്ത്രീയവും സാങ്കേതികവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ആ അന്വേഷണത്തിൽ വെളിപ്പെട്ട വസ്തുതകൾ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. മരിച്ച മോഹിത്തിന്റെ സഹോദരി ശിവാനി 2 വർഷം മുൻപാണ് രാജ എന്ന യുവാവിനെ വിവാഹം കഴിക്കുന്നത്. രാജയാകട്ടെ തന്റെ ഭാര്യാപിതാവായ മഞ്ജിത് ഗാൽഫത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏകദേശം 8 ഏക്കർ കൃഷിഭൂമി സ്വന്തമാക്കാനുള്ള നീക്കത്തിലായിരുന്നു. പിന്നീട് മോഹിത് ഇല്ലാതായാൽ ഭാവിയിൽ ഭാര്യ ശിവാനിയിലൂടെ ഈ ഭൂമി സ്വന്തമാക്കാൻ കഴിയുമെന്ന് രാജ വിശ്വസിച്ചു. അതേസമയം തന്നെ മറുവശത്ത് മോഹിത്തിന്റെ മുത്തച്ഛനായ വാമൻ ഗാൽഫത്തിന്റെ മകൻ സജയുടെയും നാരായണൻ ഗാൽഫത്തിന്റെ മകൻ ആകാശിന്റെയും കുടുംബങ്ങൾ കൃഷിയിടത്തെയും ജലസേചനത്തെയും ഒക്കെ ചൊല്ലി വർഷങ്ങളായി തന്നെ മഞ്ജിത്തും മോഹിത്തുമായി തർക്കത്തിലായിരുന്നു. ഒടുക്കം ആകാശും സഞ്ജയും രാജയും ഒത്തുചേർന്നാണ് മോഹിത്തിനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന നടത്തുന്നത്. ആകാശിന്റെ പിതാവ് നാരായണാകട്ടെ കൊലപാതക ശേഷം 3 പേരെയും സംരക്ഷിക്കാമെന്ന് വാക്ക് നൽകുകയും ചെയ്തു. മോഹിത് വ്യോമസേനയിൽ ചേരുന്നതിന് മുൻപ് കൊലപാതകം നടത്താനായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ ഏകദേശം 20 ദിവസത്തോളം നീണ്ടുനിന്ന ഗൂഢാലോചനകൾക്കൊടുവിലാണ് ഒന്നും അറിയാത്ത മോഹിത് എന്ന ചെറുപ്പക്കാരനെ അവർ ഇല്ലാതാക്കുന്നത്. മോഹിത്തിനെ കൊലപ്പെടുത്തിയ മൃതദേഹം ഒരു അപകടമോ തിരോധാനമോ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറവ് ചെയ്യാനാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെയാണ് കാണാതാകുന്ന അന്ന് രാത്രി കടയിൽ പോയി മടങ്ങുകയായിരുന്ന മോഹിത്തിനെ സഞ്ജയും ആകാശും ചേർന്ന് മോട്ടോർ സൈക്കിളിൽ കയറ്റി ഗ്രാമത്തിന് പുറത്തെ വയലിലുള്ള ഒരു കുടിലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് മൂവരും ചേർന്ന് കഴുത്തിൽ വയർ മുറുക്കി മോഹിത്തിനെ കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ട മോഹിത്തിനെ പിന്നീട് ഫാമിലെ കിണറ്റിൽ എറിയുകയാണ് ഉണ്ടായത്. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മോഹിത്തിന്റെ ഷൂസ് രണ്ടാമത്തെ കിണറിനടുത്ത് ഉപേക്ഷിച്ചത്. എന്നാൽ പോലീസ് നടത്തിയ വിശദമായ തെരച്ചിലിൽ മൃതദേഹം അന്ന് കണ്ടെത്തുകയായിരുന്നു. അവിടെ വെച്ച് കണ്ടെടുത്ത മോഹിത്തിന്റെ മൊബൈൽ ഫോണാണ് കേസിൽ വലിയ തരത്തിലുള്ള വഴിത്തിരിവുണ്ടാക്കിയത്. സംഭവത്തിൽ 3 പ്രതികളെയും ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.